Warm greetings to all. This is Nidhi from Group 1. അപ്പോൾ ഞങ്ങളുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഇതുവരെ അതിൻ്റെ ഒരു കൺസോൾ വേർഷൻ ആയിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ അതിൻ്റെ GUI വേർഷനും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിനെ ഫുള്ളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ ഫീച്ചേഴ്സും ഓരോ ആൾക്കാരായിരുന്നു കോഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ആഡ് ഫീച്ചർ ചെയ്തിരുന്നത് ഫൈസൽ ആയിരുന്നു, അപ്ഡേറ്റ് ചെയ്തിരുന്നത് ഹന്ന ആയിരുന്നു, ഡിലീറ്റ് ഫീച്ചർ ചെയ്തിരുന്നത് അഭിജിത്ത് ആയിരുന്നു, വ്യൂ ആൻഡ് സെർച്ച് ചെയ്തത് അനഘയും, പിന്നെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ക്ലാസ് ആയിട്ടുള്ള മെയിൻ മെനു, ഡേറ്റാബേസ് കണക്ഷൻ, എക്സ്പോർട്ട് സ്റ്റുഡൻറ് ഡേറ്റ, അതേപോലെ തന്നെ GUI ഇതെല്ലാം ചെയ്തത് ഞാനുമാണ്. അന്നേരം GUI ഞാനൊന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ GUI റൺ ചെയ്യുന്ന ആ ഒരു മെയിൻ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സിനെയും നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് കോഡ് ചെയ്ത് മീൻസ് ഇതിന് വേണ്ടിയിട്ട് GUIക്ക് വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് കോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതാണ് ഒരു സെൻട്രൽ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം ഇത് റൺ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു മെനു ആയിരിക്കും വരുന്നത്. ഇവിടുത്തെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ആഡ് സ്റ്റുഡൻറിൽ ഞാൻ ക്ലിക്ക് ചെയ്യുവാണ്. അന്നേരം ഞാനൊരു ID കൊടുക്കുവാണ്, ഇഷ്ടമുള്ളത് ഞാൻ കൊടുക്കുകയാണ്. പിന്നെ നെയിം, ഏജ്, ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ഇമെയിൽ ID. എന്നിട്ട് ആഡ് സ്റ്റുഡൻറ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണ്. അന്നേരം സ്റ്റുഡൻറ് ആഡഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കും. ഞാൻ ഓക്കെ കൊടുത്തു. പിന്നെ SQL പോയി നമുക്ക് ഒന്ന് നേരിട്ട് നോക്കാം. ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ആ ID-യിൽ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട്. തിരിച്ചു പോവാം. ഇത് റൺ ചെയ്യുവാണ്. മുമ്പേ നോക്കിയ ആഡ് സ്റ്റുഡൻറ് ആയിരുന്നു. ഇനി വ്യൂ ആൻഡ് സെർച്ച് നോക്കാം. വ്യൂ ആൻഡ് സെർച്ചിൽ നമ്മൾ ജനറൽ ആയിട്ട് ഇങ്ങനെ എല്ലാ മീൻസ് ഉണ്ടായിരുന്ന എല്ലാ ഡീറ്റെയിൽസും ഇങ്ങനെ തന്നെ വരും. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഇങ്ങനെ മീൻസ് വ്യൂ ചെയ്ത് ഇങ്ങനെ വരും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ സെർച്ച് ID വെച്ചിട്ടോ അല്ലെങ്കിൽ നെയിം വെച്ചിട്ടോ ആണ്. ഞാനിപ്പം ID കൊടുക്കുവാണ്, എൻ്റെ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുവാണ്. അപ്പം ഡീറ്റെയിൽസ് എല്ലാം വരും. ഇനി നമുക്ക് നെയിം വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. അപ്പം നെയിം വെച്ചിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസും എല്ലാം അത് കണ്ടുപിടിച്ച് തരും. ഇനി വരുന്നത് അപ്ഡേറ്റ് സ്റ്റുഡൻറ് ആണ്. ഞാനിവിടെ ID കൊടുക്കുവാണ്. പിന്നെ എനിക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുവാണ്. ഏജ്, നെയിം, ഡിപ്പാർട്ട്മെന്റ്, എൻ്റെ അപ്ഡേറ്റ് എന്ന് കൊടുക്കുമ്പോൾ അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. SQL പോയി റിഫ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ അതാണ് 777 മഞ്ജു 22 അങ്ങനെ വരും. അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് നമ്മൾ വീണ്ടും റൺ ചെയ്ത് നോക്കുവാണ്. ഡിലീറ്റ് ഓപ്ഷൻ ആണ്. ഞാൻ ID കൊടുക്കുവാണ്. ഡിലീറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ചെക്ക് ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്ത് കൊടുക്കുമ്പം 777 എന്ന് പറഞ്ഞൊരു ID അവിടുന്ന് ഡിസപ്പിയർ ആയത് നമുക്ക് കാണാൻ പറ്റും. ഇനി വരുന്നത് ലാസ്റ്റ് ഓപ്ഷൻ ആണ്. അത് ജസ്റ്റ് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് പറയുന്നത് എക്സ്പോർട്ട് ടു ടെക്സ്റ്റ് ആണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സ്പോർട്ട് ടു student.txt എന്ന് പറഞ്ഞു വരും. അതായത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം students.txt എന്ന് പറഞ്ഞ ആ ഒരു ഫയലിലോട്ട് എക്സ്പോർട്ട് ആയി എന്നാണ് എൻ്റെ അർത്ഥം. പിന്നെ ലാസ്റ്റ് വരുന്നത് എക്സിറ്റ് ഓപ്ഷൻ ആണ്. അതത്രേ ഉള്ളൂ. ഇനി ഞാൻ ആ ഒരു student.txt എന്ന് പറഞ്ഞൊരു അത് കാണിക്കാം. നമ്മൾ ടൈപ്പ് ചെയ്ത എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് പ്രോജക്റ്റ്. താങ്ക് യു.